വാ. മാച്ചാക്കിയതാണ് ഷെൽഫിനനുസരിച്ചിട്ടുള്ള നമ്മൾ വൈകുന്നേരമായിട്ടാകുമ്പോൾ ഒന്ന് കല്ലുമ്മക്കായ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ചെമ്പിരിക്ക ബീച്ചിലേക്ക് പോകുന്നു. നമ്മളെ ചെമ്പിരിക്ക ബീച്ച് അറിയോ? ചില ആൾക്കാർക്ക് അറിയായിരിക്കും. കാസർഗോഡ് ജില്ലയിലത്തെ ആൾക്കാർ ഫേമസ് ആണ് കല്ലുമ്മക്കായ, ചെമ്പിരിക്ക കല്ലുമ്മക്കായ. നല്ല മഴ കഴിഞ്ഞ സമയമാണ്. നല്ല റോട്ടിലെല്ലാം എന്തൊരു തണുപ്പാണ്. എന്തോ ഒരു ചൂടായിരുന്നു രാവിലെയൊക്കെ. പക്ഷേ ആ ഒരു വൈകുന്നേരത്തെ ഒരു മഴ, ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. അടിപൊളി ഒരു ഫീലിംഗ് ആണ്, ഒരു വെതറാണ്, നല്ല രസമാണ്. അങ്ങനെ നമ്മളിതാ പോയി ബാക്കിലാണ് ടൗണിലേക്ക് എത്തി. നമ്മൾ ആരോട് പറഞ്ഞിട്ടില്ല, 2 ആൾക്കാരുണ്ട് വണ്ടിയിൽ ഇരിക്കുന്ന ആളോട് പറഞ്ഞിട്ടില്ല എവിടെ പോകുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, അതുകൊണ്ട് ഇവരെ കൂട്ടിയിട്ട് അങ്ങനെ ഔട്ടിങ് പോവാണ്. ഇതാണ് നമ്മളെ സുപ്രസിദ്ധമായ ബേക്കൽ പുഴ. ഇതാണ് ബേക്കൽ പുഴ. കടലും പുഴയൊക്കെ ഒന്നാകുന്ന സ്ഥലമാണ് ഈ ലെഫ്റ്റ് സൈഡ്. വണ്ടി ഞാൻ തന്നെ ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏകദേശം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് തൃക്കന്നാടിൻ്റെ ഒരു എൻട്രി. തൃക്കന്നാട് എന്നൊക്കെ പറയും. ഇവിടെ നല്ലൊരു അമ്പലമുണ്ട്, ശിവക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, കടലിൻ്റെ മക്കളാണ് ഇവിടെ താമസിക്കുന്നുള്ളത്. അവരെ ഒരുപാട് അമ്പലങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പുറത്തൊക്കെ ആയിട്ട് റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല. അടുത്ത ഫുഡൊക്കെ അത്ര വലിയ ലൈക്കൊന്നുമല്ല. പക്ഷേ അവിടെ ഉപ്പിലിട്ടതൊക്കെ ഒരുപാടുണ്ട്. മാങ്ങ, അത് നെല്ലിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വരും. ഫുഡൊന്നും എനിക്ക് അത്ര വലിയൊരു ഇത് തോന്നിയിട്ടില്ല. സീ പാർക്ക് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോട്ടിലൂടെ. നല്ല രസമാണ്, നല്ല തണുത്ത കാറ്റാണ്. ഉച്ചക്കൊക്കെ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ നമ്മളിതാ ചെമ്പിരിക്ക ബീച്ചിലേക്ക് എത്തി. ചെമ്പിരിക്ക ബീച്ചിൽ ഈ ഭാഗത്തെ ആൾക്കാർ കുറവാണ്. ഒരുപാട് തോണിയൊക്കെ ഇങ്ങനെ കയറിയിട്ടിട്ടുണ്ട്. തോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടിയുടെ നമ്മളെ സിയാമൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവളെ ചിരിയും കളി കാണാൻ നല്ല രസമാണ്. ഇതാ ഉപ്പാൻ്റെ ഒക്കെ ആൾ തട്ടിക്കൊണ്ട് വരുന്നു. കടലൊക്കെ നല്ല രസമാണ്, നല്ല ശാന്തതയാണ് ഇന്ന് കടലിന്. എന്ത് കഥ അറിയില്ല, നല്ല രസമാണ്. ഇപ്പം ഞാൻ, അളിയന്, അജിത ആണ് പുറത്ത് പോയത്. സിയാമോളിങ്ങനെ തട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ ചെമ്പിരിക്കയിലുള്ള ഓരോ കടകൾ. ഒരുപാട് കടകൾ കയറിയിട്ടുണ്ട്, നല്ല രസമാണ്. പഴയ മിഠായി, പഴയ ഓർമ്മകളൊക്കെ പുതുക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മിഠായിയൊക്കെ ഉണ്ട്. കാട്ടത്തെ കല്ല് മിഠായി, സിഗരറ്റ് മിഠായി, പല ടൈപ്പിലുള്ള സ്കൂൾ കാലഘട്ടത്തിൽ കിട്ടുന്ന ഒരുപാട് മിഠായികളൊക്കെ തൂക്കി കാണാൻ നല്ല രസമാണ്. വായിന്ന് കപ്പലൂരും. പക്ഷേ ഇപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ